ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പിന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളെ ചേട്ടച്ചാർ രാവിലെ തന്നെ ഒക്കെ വീട്ടിൽ നിൽക്കാം. നമ്മളൊക്കെ പകുതിക്ക് പോയി കിടക്കണില്ല. അപ്പോൾ ക്യാമറ ഒക്കെ നോക്കണ്ടോ? കട്ടിലിൽ ഞങ്ങൾ വ്ളോഗ് എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കാശിമോ എന്നോട് വന്നിട്ട് പറയുന്നത്, അമ്മ ഞാൻ പല്ല് വെച്ചു, ചായ കുടിച്ചു, ബിസ്ക്കറ്റ് തിന്നു പറഞ്ഞേ. അപ്പോഴേക്കാര് കാര്യം മനസ്സിലായത് ഇവർ മൂന്നാളും പല്ലും തേച്ച് ചായയും കുടിച്ചിരിക്കുകയാണ്. ഞാൻ നൈസായിട്ട് തേജുവിനെ എടുത്ത് കൊണ്ടുവന്ന് മെല്ലെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പല്ലും തേച്ച് വിടാം, ചായ കുടിക്കാനായിട്ടാണ്ട് പോവട്ടാ. രാവിലെ വെറും വയറ്റിൽ കാലിച്ചായ അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ട്. ഇങ്ങനെയുള്ളൊരു ശീലം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 10-11 മണി വരെ അങ്ങനെ നിൽക്കും. ചായ ഒന്നും കുടിക്കാതെ നമ്മൾ ഏകദേശം പണികളൊക്കെ അന്നേരം തീർക്കിട്ടും. അപ്പോൾ ആ കണ്ട പലഹാരം ഷൈചേട്ടൻ കൊണ്ടുവന്നാൽ പിന്നെ കോഴിമുട്ട കഴിക്കാനായിട്ട് അമ്മ വെച്ചതാട്ടോ. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ചായയോടി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ തേജിൻ്റെ നഖം വെട്ടാനായിട്ട് വന്നതാട്ടോ. അപ്പം ഞാൻ നഖം വെട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം മോൻ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അനിത്യ അവനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, നഖം വെട്ടാണ് അമ്മ എന്നും പറഞ്ഞുകൊണ്ട്. ഈ ഒരു നഖം വെട്ടാനുള്ള കാരണം എന്താ അറിയോ? ഇവൻ്റെ നഖം വേഗം വളരുന്നുണ്ട്. വെട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, അപ്പോൾ അതിന് വളർന്ന് കണ്ണിൻ്റെ താഴെയായിട്ട് ആൾ മുറിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കൊരു പേടിന് കണ്ണിൽ പോയി കൈ ഇടണ്ട വെച്ചിട്ട് 2-3 വട്ടം കണ്ണിലൊക്കെ വിരൽ തട്ടിയിട്ട് ആളെ കണ്ണിൽ പീളങ്ങനെ തടഞ്ഞിരുന്നത്. പിന്നെ ഡോക്ടറെ കാണിച്ചിട്ടാണ് അത് മാറിയത്. അപ്പോൾ ആൾ കണ്ടോ, എന്തിനാ അമ്മ എൻ്റെ നഖം അങ്ങനെ വെട്ടണേ, ഞാൻ ചെറിയൊരു മുറിയിൽ കണ്ണിൻ്റെ താഴെ ആക്കിയിട്ടെന്നുള്ളൊരു വർത്താനം എന്തൊക്കെയോ പറയാം. ആ രീതിക്കാണ് ആ നോട്ടൊക്കെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ചെറിയ കുട്ടികളെ നഖം വെട്ടുന്ന കട്ടർ വാങ്ങാൻ മറന്നുപോയി. ഇത് പിന്നെ പുതിയത് വാങ്ങിച്ചതാട്ടോ. കാശീൻ്റെ ഇൻ്റെയൊക്കെ നഖം വെട്ടാം. അപ്പം ഞാൻ ഈ ഒരു കട്ടറൊന്നും കഴുകിയിട്ടാട്ടോ തേജിൻ്റെ നഖം വെട്ടുന്നത്. ഇവിടെ ആണെങ്കിൽ കുട്ടികളെ നഖം വെട്ടുന്ന കിട്ടാനില്ല. പിന്നെ ചെമ്മാടൊക്കെ പോകണം. അപ്പം അങ്ങോട്ട് പോകാൻ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിലേ പോയിട്ട് കാര്യമുള്ളൂ. ഈ ഒരു ചെറിയ കാര്യത്തിലുണ്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ അതാ തേജിട്ടൻ്റെ നഖമൊക്കെ വെട്ടിക്കഴിഞ്ഞ് ഞാൻ എന്താ തിരുമ്പിയതൊക്കെ തോരടാനായിട്ട് വന്ന കേട്ടോ. ഇപ്പം തേജുവിന് എനിക്ക് ഇപ്പോൾ 2 മാസമായി കഴിഞ്ഞു. 2 മാസം 10 ദിവസമായിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം അവൻ്റെ ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ തിരുമ്പിട്ടോ. അല്ലാതെ ചോറും കറിയൊന്നും വെക്കില്ല. അതൊക്കെ അമ്മയും അനിയത്തി തന്നെയാണ്. അമ്മ രാവിലെ ചോറും കറിയൊക്കെ വെച്ചിട്ടാണ് വീട്ടുപണിക്ക് പോകാറുള്ളത് കേട്ടോ. പിന്നെ അനിയത്തിക്ക് ജോലി ഉണ്ടായിരുന്നു, ഇപ്പം അവൾ പോവലില്ല. ആ കട അടച്ചു പോയിട്ടോ. ഒപ്റ്റിക്കൽസിൻ്റെ ആണ്, അവിടെ കണ്ണാട ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. അതെന്തോ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തിന് അടച്ചു. പിന്നെ തുറന്ന് പ്രവർത്തിച്ചപ്പോൾ ആളുകൾ വരാതായപ്പോൾ അവിടുത്തെ ജോലിക്കാരൊക്കെ പിരിച്ചു വിട്ടു. അപ്പോൾ അവളെയും പിരിച്ചു വിട്ടു കേട്ടോ. അപ്പോൾ കാശിമോന് ഇതാ ഒരു കോഴിമുട്ട ഞാൻ പൊളിച്ചെടുത്ത് ഒന്ന് ഞാനും കഴിച്ചിട്ടോ. അങ്ങനെ നീ തേജിനെ കുളിപ്പിക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ അനിയത്തിയോനങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ പിള്ളേർക്ക് വാങ്ങി കേട്ടോ. എന്താ വെളിച്ചെണ്ണ 270 രൂപയാണ്. 250 എന്നല്ലാണോ എത്രയെന്ന് എനിക്ക് 270 200 എന്നല്ല. ഈ ഒരു കവർ നിറയെ റംബുട്ടാനാട്ടോ നമ്മളെ കുഞ്ഞുമുത്താത്തൻ്റെ അവിടെ ഉണ്ടായതാണ്. ഇന്നലെ അച്ഛന് അത് പറിച്ചു കൊടുക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ കാശിമോന് തന്നതാട്ടോ. അപ്പോൾ താത്ത ഒരു മലേഷ്യ പോവുകയാണ്. ഇനിയിപ്പോൾ അവിടെ കിടന്നത് കേടുണ്ടായിട്ട് അവരുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും കൊടുത്ത് അതിലൊരു ബാക്കി നമുക്കും തന്നതാട്ടോ. ബാക്കിയുള്ള ഒരു ഊരി നമുക്ക് തന്നതാണ്. റംബുട്ടാൻ പൊളിക്കുന്ന എളുപ്പമാണ് ഇത്. അപ്പോൾ തേച്ചിട്ട് ഇതേ വെന്ത വെളിച്ചെണ്ണ വെച്ചിട്ട് കുളിക്കാൻ പോവുകയാണ്. അധികം നേരം നിൽക്കലില്ല കേട്ടോ. വെളിച്ചെണ്ണ വെച്ചിട്ട് ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ അനിയത്തി മാറ്റിയൊക്കെ കൊടുത്തു. ഇഷ്ടല്ലേ തേച്ചു അമ്മച്ചി സുഡോന്നല്ല വിക്കല്. സുഡോന് ഞങ്ങൾ അപ്പിടാനുള്ള ശ്രമമാണ്. സുഡാണ് തേജു തേജാണ് തേജോന്നാ വിക്കല്. തേജോ 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 തേജോ
തേജടേ ഓ എന്തോ ഒരു കണ്ണുമടുത്തിട്ടല്ലേ പൊന്നാനിയേ അമ്മൂമ്മ പൊന്നാനിയേ അമ്മൂമ്മയുടെ പൊന്നാനിയടേ അമ്മൂമ്മ പൊന്നാനി കുറ്റിയടേ അമ്മൂമ്മന്റെ പൊന്നാനിയടേ. അനിയത്തിക്ക് ഒരു പല്ലുവേദന കാരണം ഡോക്ടറെ കാണിക്കാനായിട്ട് പോയി. അപ്പോൾ അമ്മ കാശിമോനെ കൊണ്ട് കുഞ്ഞുമുത്താത്തൻ്റെ അടുത്തേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഞാനും മോനും ഒറ്റയ്ക്കാണ്. അമ്മ പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര മഴക്കാറ് കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇവനെ മെല്ലെ തൊട്ടിലിൽ കിടത്തിയിട്ട് തിരുമ്പിയൊരു തോര ഇട്ടണമല്ലോ, അപ്പോൾ അത് എടുക്കാനായിട്ട് പോവുക കേട്ടോ. അങ്ങനെ അതെടുത്ത് വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം കണ്ടത്. തൊട്ടിലില്ല കണ്ടോ, ആളെല്ലാം എണീറ്റ് കണ്ണങ്ങനെ മിഴിച്ചിരുന്ന് ചിരിക്കുക എന്നെ നോക്കിയിട്ട്. ഇപ്പോൾ ഉള്ളൊരു അവസ്ഥയാണ്, ആൾ പകൽ ഉറങ്ങൽ കുറവാണ്. എന്നിട്ട് വൈകുന്നേരം ഒരു 3 മണി 3:30 ആകുമ്പോഴാട്ടോ ആൾക്ക് ഉറക്ക്. ഞാൻ ഇന്ന് ഒരുപാട് വട്ടം ഇങ്ങനെ തിരുമ്പിയത് എടുത്തുകൊണ്ട് വരും. കാരണം ഈ മഴക്കാർ വന്നും പോയി കളിക്കുക, എന്നിട്ട് മഴയിട്ട് പെയ്തതും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിരുന്നു. ടാറ്റാ ബൈ, സി യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.